ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ജനുവരി മാസം 30-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 11ഓളം റിലീസുകളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് അടി ഒക്ക ഇഡിലെ എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. അഷ്ടകർമ്മ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് തമിഴ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. എമർജൻസി കപ്പിൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കൊറിയൻ ഭാഷകളിലായിട്ട് MX പ്ലെയർ, ആമസോൺ പ്രൈം ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാൻഡറിൻ മൂവിയാണ്. ഹലോ ബേബീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. ഹോം സ്വീറ്റ് ലോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹോം സ്വീറ്റ് ലോൺ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. മോ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. MO. ഈ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ആണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. ഇംഗ്ലീഷ് സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. പോത്തുഗഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു തെലുങ്ക് മൂവി ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ റീലോഡ് വേർഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് വഴി. 3 മണിക്കൂർ 44 മിനിറ്റുള്ള വേർഷനാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ഫാന്റസി വാർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ഉക്രൈനിയൻ മൂവിയാണ്. ദ വിച്ച് റിവെഞ്ച് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക്, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഉക്രൈനിയൻ ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. യു ആർ കോഡിയലി ഇൻവൈറ്റഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തമിഴ് ത്രില്ലർ മൂവിയാണ്. കനൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഇത്രയും സിനിമകളാണ് കേട്ടോ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്. അടുത്ത ഡാക്കു മഹാരാജ എന്ന് പറഞ്ഞ സിനിമയുടെ, അതായത് നമ്മുടെ ബാലയ്യയുടെ ഡാക്കു മഹാരാജ എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിട്ടാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഡബ്ഡ് വേർഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനൊക്കെ ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇത്രയും സിനിമകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.